Hi, hello, welcome back to the Tamasi YouTube channel. ഓക്കെ 88 പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ലയൺസ് ഗേറ്റ് പോർട്ടലിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം. ക്വിക്കായിട്ടുള്ള റീഡിങ്, ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 8 ഓപ്പൺ ആവുന്നൊരു പോർട്ടലാണ്. മാനിഫെസ്റ്റേഷൻ ഏറ്റവും നല്ലതായിട്ട് ഉള്ള സ്ട്രോങ് എനർജി ആയിട്ടുള്ള പോർട്ടലാണ്. അപ്പോൾ നിങ്ങളിൽ വരുന്ന എനർജി ഷിഫ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജനറലൈസ് ആയിട്ടാണ് നമ്മളിത് റീഡിങ് ചെയ്യുന്നത്, അതുപോലെ ക്വിക്കായിട്ട് ചെയ്യാണ്. ഏതൊരു സമയത്താണ് നിങ്ങൾ ഒരു 1 ഇയറിനുള്ളിൽ ഈ ഒരു വീഡിയോ കാണുന്നത്, ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുക. സോ വി ഗോട്ട് നർച്ചർ എനർജി, ഈൽഡിങ് ദ റിസൾട്ട്. ഓക്കെ, ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്തോ ഒരു കാര്യത്തിന് റിസൾട്ടിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയമാണ്. വി ഗോട്ട് കാപ്രിക്കോൺ അച്ചീവ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നു. റെപ്യൂട്ടേഷൻ ഫോക്കസ് ചെയ്താൽ ഗുണം ഉണ്ടാകുന്ന സമയമാണ് കേട്ടോ. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഡിസ്കംഫോർട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അതായത് നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയാസ്, അതിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ സപ്പോർട്ട് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആകുന്നു, നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ആകുന്ന ഒരു സമയമാണ്. ട്രാൻസിറ്റ് ഈ ഒരു വ്യാഴമാറ്റത്തിൽ ഗുണമുണ്ടാകുന്നവർ തന്നെ ആയിരിക്കണം. കാര്യം പാസ്റ്റ് ലൈഫിലെ കർമ്മകൾ അനുഭവിച്ച് തീർക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അനുഭവിച്ച് തീരുന്ന ഒരു സമയത്ത് ബ്ലെസ്സിങ്ങിലേക്കാണ് പോകുന്നത്. അനുഭവിക്കുന്ന സമയത്ത് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇത് നിങ്ങളുടെ ഒരു എനർജിയാണ്. പാസ്റ്റ് ലൈഫിലെ എന്ത് കർമ്മയാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. വാവ്, സെൽഫ് ഡൗട്ട്. നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നായിരുന്നു ഇത്രയും കാലമെങ്കിൽ അത് മാറുകയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുത്തിട്ടുള്ള തെറ്റായ തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇനിയും തീരുമാനം എടുത്താൽ തെറ്റിപ്പോവോ എന്ന് വിചാരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കാതിരിക്കുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റ് ആവുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മാവിന് വേണ്ട തീരുമാനം നിങ്ങൾ എടുക്കുകയാണ്. ഇവിടെ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് നിങ്ങൾ അങ്ങോട്ട് ആഗ്രഹിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ആഗ്രഹത്തിനെ ബേസ് ചെയ്തായതുകൊണ്ട് മാത്രം അത് തെറ്റിപ്പോകാം. ഇപ്പം നിങ്ങൾ വളരെ ലോൺലി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയമായിരിക്കും നിങ്ങളൊരു പാർട്ട്ണറിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അന്നേരം നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു അട്രാക്ഷൻ്റെ ബേസിസിലൊക്കെ നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആ ഇനിഷ്യൽ ഫേസിൽ തോന്നാം ഇതെനിക്ക് ദൈവം കൊണ്ട് തന്നതാണ്, കാര്യം ഞാൻ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് എനിക്ക് ദൈവം യൂണിവേഴ്സ് കൊണ്ട് തന്നു എന്നൊക്കെ തോന്നാം. പക്ഷെ നിങ്ങളുടെ ലോൺലിനെസ്സിനെ കവറപ്പ് ചെയ്യാൻ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കൂടുതൽ ലോൺലി ആക്കിയിട്ട് ഈ വ്യക്തി തിരിച്ചു പോകുള്ളൂ. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഈ ലോൺലിനെസ് ഇരിക്കുക അല്ലെങ്കിൽ ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡ് ആക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എന്താ സംഭവിക്കുക, നിങ്ങൾ ഇതുപോലുള്ള ഡിസിഷൻസ് തന്നെ എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ സെൽഫ് ഡൗട്ട് തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ ലെസൺ പഠിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ സെൽഫ് ഡൗട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. ഇത് ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇത് നിങ്ങളുടെ ഫിനാൻസിലും കരിയറിലും ഒക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കുക. നമ്മൾ ഏതൊരു ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നിട്ടാണ് ഈ ഡിസിഷൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായി എന്നുള്ളത്. അവിടെയാണ് ഒരു ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം വരുന്നത്. ഓക്കെ, അതായത് ആ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കും. ഇത് എൻ്റെ പ്രശ്നമാണെന്ന് ചിന്തിച്ച് ആ പ്രശ്നത്തിൻ്റെ ഇമോഷനിൽ നിൽക്കുമ്പോഴാണ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഡിസിഷൻസ് എടുക്കുക. ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നോക്കാം. ഇത് ജനറൽ ആയിട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് എടുക്കുക കേട്ടോ. ഒരുപാട് പേരുടെ എനർജി ഉണ്ട്, എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് അയക്കണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക കേട്ടോ.
അബൻഡൻസ്. സി ഫ്ലവേഴ്സ് നമുക്ക് 2 തവണ വന്നിട്ടുണ്ട്. അപ്പം അതിലൊരു കാര്യം പറഞ്ഞുതരാം. ഈ അബൻഡൻസ് എന്ന് പറയുമ്പം ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് ഒരുപാട് പൈസ വരാൻ പോവാണോ എന്നുള്ളത്. അബൻഡൻസ് എന്ന് പറയുന്നത് ഒരുപാട് പൈസ വരുന്നു എന്നുള്ളതിനെ അല്ല. പല സമയത്തുണ്ടല്ലോ നമുക്ക് ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തി ഇല്ലായ്മയാണ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളതിൻ്റെ അകത്ത് ആ സംതൃപ്തിയും കണ്ടെന്റ്മെൻറ്റും ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ ആ ഫീലിംഗ് നിങ്ങൾക്ക് ഉള്ളിൽ ഒറിജിനലായിട്ട് ഡെവലപ്പ് ആവുന്നുള്ളൂ. ആ ഫീലിങ്ങിൽ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അതേപോലുള്ള കാര്യങ്ങൾ വീണ്ടും അട്രാക്റ്റ് ചെയ്യുള്ളൂ. അതായത് വീണ്ടും സക്സസ്, മെറ്റീരിയലിസ്റ്റിക്കൽ പ്രോസ്പെറിറ്റി, ഫിനാൻസ് ആയിക്കോട്ടെ, റിലേഷൻ ആയിക്കോട്ടെ, എന്തും അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പം അബൻഡൻസ് മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് മാനിഫെസ്റ്റേഷൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു, വിച്ച് മീൻസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഡിലൈറ്റ്, സന്തോഷം, അബൻഡൻസിൻ്റെ കൂടെ നമുക്ക് നിർത്താവുന്നതാണ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഹാപ്പിനെസ്, ഹാപ്പി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹയർ വൈബ്രേഷനിലാണ് ഉള്ളത്. ഡേവിഡ് ഹോക്കിൻസിൻ്റെ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നൊരു നമ്മളുടെ കോൺഷ്യസ്നെസ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എനർജി പോയിന്റ്സിൽ ന്യൂമറിക്കൽ വാല്യൂവിൽ മെഷർ ചെയ്യുന്നൊരു മാപ്പുണ്ട്. ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും ലോവർ പോയിന്റിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോവർ വൈബ്രേഷൻ ആണ്. അതിന് ഏറ്റവും ടോപ്പ് പോയിന്റ് ആണ് നിങ്ങളുടെ എൻലൈറ്റ്മെന്റ് ഫേസ്. അപ്പം നിങ്ങൾ ഇതിൽ ഏത് എനർജിയിലാണ് ആക്ച്വലി വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതാണ് നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ നമ്മൾ ഡിലൈറ്റിൽ അല്ലെങ്കിൽ അബൻഡന്റ് മൈൻഡ് സെറ്റിലൊക്കെ എത്തുക എന്ന് പറയുമ്പോഴത്തേനും ഒരു ഹയർ വൈബ്രേഷൻ ആണ് നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ യു ബിക്കം മോർ അട്രാക്റ്റീവ്, യുവർ ഓറ ബിക്കം മോർ സ്ട്രോങ്. ആൻഡ് ദെൻ വി ഹാവ് ഫ്രീഡം. വാവ്, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. യു ആർ ഫ്രീ ഫ്രം എ ലോട്ട് ഓഫ് ബോണ്ടേജ്. അത് ഇമോഷണൽ ഡിപ്പെൻഡൻസിയിൽ നിന്നും നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിയിൽ നിന്നും നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചിറക് വിടർത്തി പറന്ന് ഉയരാൻ പറ്റുന്ന ഒരു എനർജി. അതുപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ നിങ്ങൾ മീറ്റ് ചെയ്യുകയും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറുകയാണ്. പലപ്പോഴും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് വളരെ ലിമിറ്റഡ് ആണ്. നമുക്കറിയില്ല എന്താ വേണ്ടതെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ആ പേഴ്സ്പെക്റ്റീവ് വൈഡൻ ആകാൻ പോവാണ്. ആ വൈഡൻ ആവുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയും ചിന്തിക്കാം, ജീവിക്കാം, ജോലികൾ ചെയ്യാം. ഇപ്പോൾ ഒരു 9 to 5 ജോലിയിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിവുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അവൻ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ അത് ഉപയോഗിക്കാമെന്നോ അറിയില്ല. അതറിയില്ല. അപ്പോൾ കൂടുതൽ ആ ആത്മാവിൻ്റെ ഒരു സ്കിൽ, നിങ്ങളുടെ സ്കില്ല് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അത് ആത്മാവ് നിങ്ങൾക്ക് തരുന്നൊരു സോൾ പർപ്പസാണ്. സ്കില്ലിലൂടെ, പാഷനിലൂടെ, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഓപ്പൺ ആവുന്നൊരു സമയമായിരിക്കും ഇത് നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. എന്ത് തരത്തിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ആ സോൾ എനർജിയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കോൺഷ്യസ്നെസ്സിലെ ഗിൽറ്റ്, നിങ്ങളുടെ കുറ്റബോധങ്ങളെ റിലീസ് ചെയ്യുക. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ നോക്കുക. ഗിൽറ്റിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോയിന്റ് എത്രയാണ്, അത്രയും താഴേക്ക് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വേണം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള എൻലൈറ്റ്മെൻറ്റിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം റിലീസ് യുവർ ഗിൽറ്റ്, അതാണ് ഗൈഡൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഫൈൻഡ് എ ബാലൻസ്. നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക എന്നുള്ള, ഒരാളെ കണ്ട ഉടനെ ആളിങ്ങനെ ഒരാളാണെന്നങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മോശം എന്നൊക്കെ ഉള്ള രീതിക്ക് മാറ്റുക. അതുപോലെ ഫിയറിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യും. ഫിയർ പലപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ്. എല്ലാ ഇമോഷൻസും നല്ലതാണ് ഒരു ലിമിറ്റ് വരെ. പേടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ആപത്ത് വിളിച്ചു വരുത്തും അല്ലേ. നമുക്ക് ഇന്ന ഒരു കാര്യം സംഭവിക്കുന്ന പേടിയുള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് നോവുമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുമെന്നോ, ജോലി നഷ്ടപ്പെടുമെന്നോ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമെന്നോ ഒക്കെ പല പേടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലിമിറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ പേടി എന്ന് പറയുന്നത് ആവശ്യത്തിനാവാം, പക്ഷെ നിങ്ങളെ ഗ്രോ ചെയ്യാൻ അനുവദിക്കാത്ത, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പേടി, അത് അനാവശ്യമാണ്. അത് മാറ്റണം. യു ഷുഡ് നോട്ട് ഓപ്പറേറ്റ് ഫ്രം എ ഫിയർ പോയിന്റ് ഓഫ് ഇമോഷൻ.
പർപ്പസ്, നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന സമയം കൂടിയാണ്. ഞാൻ എന്ത് കാര്യത്തിനാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുള്ളത്? എല്ലാവരും എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ആയിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഈ യൂണിവേഴ്സിനെ സേവിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളുടെ കർമ്മങ്ങൾ തീർത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാനും അതിൻ്റെ സൈഡിൽ കൂടെ പറ്റും. അപ്പോൾ ആ കർമ്മയുടെ ഭാഗമായിട്ട് ഉള്ള എന്തോ ഒരു തരത്തിലുള്ള സർവീസ് നിങ്ങളുടെ സ്കില്ലനുസരിച്ച്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച്, നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അനുസരിച്ച്, നിങ്ങളുടെ പാഷൻ അനുസരിച്ച് ആ പർപ്പസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഇസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആവാൻ പോവാണ്. അതായത് ഇനി മുതൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എൻ്റെ വിടവുകൾ നികത്താൻ ഞാൻ മതി. ഐ ഫീൽ കംപ്ലീറ്റ് മൈസെൽഫ്. എൻ്റെ വിടവ് നികത്താൻ ഒരു ബെറ്റർ ഹാഫിനെ അല്ല ഞാൻ അന്വേഷിക്കുന്നത്. ദ വേർഡ് ബെറ്റർ ഹാഫ് ഇസ് റോങ്. കാര്യം അവർ നമ്മളെ ബെറ്റർ ആക്കുമെങ്കിൽ മാത്രമാണ് അത് ബെറ്റർ ഹാഫ്. ഓക്കെ, അപ്പോൾ അവർ നമ്മളെ ബെറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ ആ ഫെമിനൈൻ എനർജി, മാസ്കുലൈൻ എനർജി ഒക്കെ നിങ്ങൾ ബാലൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ സപ്പോർട്ട് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇങ്ങോട്ട് ലഭിക്കാൻ, നിങ്ങളുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പാർട്ട്ണർ, ടു ലവ് അൺകണ്ടീഷണലി. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് ബെറ്റർ ഹാഫായി മാറുക. അതല്ലെന്നുണ്ടെങ്കിൽ വേഴ്സ്റ്റ് ഹാഫായിട്ട് തന്നെ മാറും. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങളെ എലിവേറ്റ് ചെയ്യേണ്ടത് അവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്വയം പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആസ്ക് യുവർസെൽഫ്, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ? അത് നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ടതായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് നല്ല ബന്ധങ്ങൾ, ടോക്സിക് അല്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ക്വിക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓപ്പണിംഗ് എനർജി ഫോർ യു. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങളുടെ എനർജി ട്രാൻസ്ഫോർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ എനർജി എങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് എടുക്കാം. ഇനി ഈ വിഷയമല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ ഹീലിങ്സിനായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ്. നിങ്ങളുടെ റൂമിൻ്റെ കംഫർട്ടിലിരുന്നോട്ട് നിങ്ങൾക്ക് ടാരോ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അതിൻ്റെ ഇൻഫർമേഷൻസ് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ.